നോക്കണം. രമേശ് ചെന്നിത്തല അമ്മയ്ക്ക് 2 വോട്ടുണ്ട്, വി ഡി സതീശൻ 2 വോട്ടുണ്ട്, ഈ കേരളത്തിലെ പല ആളുകൾക്ക് 2 വോട്ടുണ്ട്. ആ 2 വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മഷി പരത്തുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇലക്ഷൻ കമ്മീഷനിൽ ഈ മഷി പരട്ടലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആധാറുമായി ലിങ്ക് ചെയ്യാം. തയ്യാറാവട്ടെ. ഞാൻ ഇരട്ട വോട്ട് ശരിയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇരട്ട വോട്ട് ശരിയല്ല, വോട്ട് കള്ളത്തരവും ശരിയല്ല, കളവായി ചേർക്കുന്നതും ശരിയല്ല. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇതൊക്കെ നിർദ്ദേശിക്കാനും ഒരു സമയമുണ്ട്. പരാതി കൊടുക്കാൻ സമയമുണ്ട്, വെട്ടിക്കാൻ സമയമുണ്ട്. ഞങ്ങൾ വെട്ടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് 23 വോട്ട് ഞങ്ങൾ വെട്ടിയിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നടപടി എടുക്കാൻ നമുക്ക് കോടതി പോവാം. അവർ കോടതി പോട്ടെ. നടപടി ഉണ്ടായില്ല. ഇവിടുത്തെ തൃശ്ശൂരിലെ കളക്ടർ BJP ആണോ? തൃശ്ശൂരിലെ കളക്ടർ BJP ആണോ? BJP ആണെന്ന് താങ്കൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടോ? തൃശ്ശൂരിലേക്ക് ഞാൻ സുനിൽകുമാറെ ഞാൻ പറയട്ടെ, ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കും. സുനിൽകുമാറിനും കുറച്ച് നാളായിട്ട് കുളിക്കൽ തുടങ്ങിയിരിക്കും. മനസ്സിലായില്ലേ? നല്ല എണ്ണ വെച്ച് കുളിച്ചാൽ മതി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തോൽവിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തരം മാനസിക വിഭ്രാന്തിയാണ്. അത് മാറിയിട്ടില്ല എപ്പോഴും. ആ മാനസിക വിഭ്രാന്തി സുനിൽകുമാറിന് എൻ്റെ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷെ മാനസിക വിഭ്രാന്തി വന്നാൽ എന്താ ചെയ്യുക? ജയിച്ചു പോയി എന്ന് വിചാരിച്ച ആൾ പെട്ടെന്ന് തോറ്റു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി. അതുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ പിച്ചുമായി വരുന്നത് അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സുനിൽകുമാർ എൻ്റെ സുഹൃത്ത്, അത്ര വലിയ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കളക്ടറെ വെച്ചിട്ടുള്ളത്, തൃശ്ശൂർ കളക്ടറെ വെച്ചിട്ടുള്ളത് BJP ആണ്. തൃശ്ശൂരിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വോട്ട് ചേർക്കുന്നതിലും വോട്ട് വെട്ടുന്നതിലും വോട്ട് എൻ്റെ വിഷയങ്ങൾ അന്വേഷിക്കുന്നതിലും തൃശ്ശൂരിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളില്ലേ? ഞങ്ങളെന്തിനാ പഠിക്കുന്നത്? നമ്മൾ ഇരട്ട വോട്ടിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് തട്ടിപ്പിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് കള്ളത്തരത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ജയിച്ചു. ആ ജയിച്ചു വരുമ്പോൾ അതിനെ അധിക്ഷേപിക്കരുത്. അത് വോട്ട് ചെയ്തവരെ അധിക്ഷേപിക്കാൻ തുല്യമാണ്.